Hi all, good morning. Welcome to CSC with Michael. October 26th and നമ്മൾ പ്രിലിംസിൻ്റെ റിസൾട്ട് ഓൾറെഡി വരും ഇന്ന് ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ഇരിക്കുന്നത്. സോ ദ വാസ് ലൈക്ക് എക്സ്പെക്റ്റേഷൻ ഇറ്റ് വുഡ് ബി ദർ യെസ്റ്റർഡേ വിച്ച് ഡിഡ്ന്റ് ഹാപ്പൻ. സോ ഈ വരുന്ന ദിവസങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ കാണും. സോ ഐ ഹോപ്പ് നിങ്ങൾ റിസ്പെക്റ്റീവ് ഓഫ് യുവർ പെർഫോമൻസ് ഇൻ പ്രിലിംസ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ മെയിൻസ്. അതിപ്പോൾ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നുള്ള രീതിയിലാണെങ്കിലും ക്ലിയർ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണെങ്കിലും എനി ഹൗ ഐ ബിലീവ് യു ആർ ഏണസ്റ്റ്ലി പ്രിപ്പയറിംഗ് ഫോർ ദ മെയിൻസ്, അല്ലെങ്കിൽ മെയിൻസ് ടോപ്പിക്ക് കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ അലക്സിനോട് സംസാരിച്ചപ്പോൾ ലൈക്ക് വി ഹാഡ് സീൻ ദി ഇൻ്റർവ്യൂ ഓഫ് അലക്സ് റൈറ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വേറൊരു ടോപ്പിക്കിലും കൂടെ ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു അലക്സിനെ, വിച്ച് ഈസ് ഹൗ ടു അപ്രോച്ച് ദീസ് കപ്പിൾ ഓഫ് മന്ത്സ് മെയിൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും. സോ ഐ ഹാവൻ അപ്ലോഡഡ് ദാറ്റ് യെറ്റ് which I will be doing. പക്ഷേ ആ സംസാരത്തിൽ എനിക്കൊരു കിട്ടിയ ഇൻസൈറ്റ് വിച്ച് വി ബോത്ത് എഗ്രീഡ് ഈസ് ദാറ്റ് വി ഹാവ് ടു റിയലി സ്റ്റാർട്ട് സ്റ്റഡിയിങ് നൗ. അടുത്തൊരു പ്രിലിംസ് എഴുതണം, എസ്പെഷ്യലി ഇഫ് യു ഹാവ് റിട്ടൺ എ പ്രിലിംസ് ദിസ് ഇയർ, ഇഫ് യു ആർ ഗോയിങ് ടു ദ സെക്കൻഡ് അറ്റംപ്റ്റ് നെക്സ്റ്റ് ഇയർ, യു നീഡ് ടു ബി മെയിൻസ് റെഡി ബിഫോർ യു സ്റ്റാർട്ട് ദി നെക്സ്റ്റ് പ്രിലിംസ് പ്രിപ്പറേഷൻ. അപ്പോൾ അടുത്ത പ്രിലിംസ് പ്രിപ്പറേഷൻ ഫെബ്രുവരിയിലോ മാർച്ചിലോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അടുത്ത മെയിൻസ് എഴുതാൻ റെഡി ആയിരിക്കണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ഇപ്പോൾ ഇടേണ്ടത്. സോ മേക്ക് ഷുവർ യു ഡു ദാറ്റ്. എസ്പെഷ്യലി ഒരു റിസൾട്ടിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ യു ഹാവ് വെരി ലെസ് ടൈം. നിങ്ങൾ മെയിൻസ് എഴുതുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഈ വർഷം മെയിൻസ് എഴുതുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കുക. അത്രയും പെട്ടെന്ന് ടോപ്പിക്സ് കവർ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, സോ ഐ തോട്ട് ഐ ഷുഡ് പുട്ട് ദാറ്റ് ഔട്ട്. നൗ ലെറ്റ്സ് മൂവ് ഇൻ ടു ന്യൂസ് പേപ്പർ. Okay, first page we just have script approval must be for shooting in MP, and this could be an example for Article 19 violation. ഫ്രീഡം ഓഫ് സ്പീച്ചിനൊക്കെ ഒരു എന്താണ് ഒരു അൺകോൾ ഫോർ റെസ്ട്രിക്ഷൻ ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ഈസ് പബ്ലിക് ഓർഡർ എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ആ ഒരു വാർത്തയെ ഫസ്റ്റ് പേജിലുള്ളൂ. Then we move into so there is this news about Mullaperiyar Dam, which basically CM is saying there is no threat to dam. Then it's about what? Fear mongering. I don't know the reality of this, but anyhow I'm taking Pinarayi Vijayan's like CM's statement at the face value, so don't get me confused. But anyhow, no, just look into that. If it's somebody who's spreading fake news and spreading fear, then we must resist that, right? Mixed messaging. Center seems unclear about political process need for normalcy in J&K. Okay, read that. Amit Shah has been like Jammu and Kashmir has been in news for like what 1.5 weeks now. ഒന്നര ആഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വാർത്തകളാണ്. സോ യു നീഡ് ടു thoroughly follow that. സ്പെഷ്യൽ ടെറസ് എന്താണ് ഇഷ്യൂ, സ്പെഷ്യൽ ടെറസ് ഡൗൺഗ്രേഡ് ചെയ്തതിൻ്റെ കാര്യം, അത് കഴിഞ്ഞിട്ട് എന്താണ് ഗവൺമെൻറ്റിൻ്റെ സ്ട്രാറ്റജി, എന്താണ് അതിൻ്റെ അകത്തുള്ള ഇഷ്യൂസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. അത് വായിക്കുക. സോ ഇഫ് യു ഹാവ് ഓൾറെഡി മെയ്ഡ് നോട്ട്സ് വിച്ച് ഐ തിങ്ക് യു ഷുഡ് ഹാവ് നോട്ട്സ് ഫോർ J&K. I think if you does not have a notes, create a note about what. Let's again see this introduction. What's the issue എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ഓർഡറിലല്ല പറയണേ. ഹിസ്റ്ററി ഓഫ് J&K ഫ്രം 1947 മനസ്സിലാക്കണം. ബ്രീഫ് ഹിസ്റ്ററി. വാട്ട്സ് ദി ഇഷ്യൂ, റീസെൻറ്റ് ആർട്ടിക്കിൾ 370 റിലേറ്റഡ് ഇഷ്യൂസ്. Then you have to look for way forward. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഒരു നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നോട്ട് ഉണ്ടെങ്കിൽ then you keep on updating whatever things you are finding here. So you need to constantly update your notes. That's very necessary as far as UPSC note making is concerned. End of impasse. Need for core issues. This is about the farmers issue. Again, not a great article I would say, but just issues. What are the issues you can say? Just go through it real quickly, scan it, that much is required, not more than that. Now this article, although it seems it's a good article, it's basically history, so just read it for entertainment I would say. Other than that there is not much of utility for നമ്മുടെ മെയിൻസിനോ പ്രിലിംസിനോ ഒന്നും യൂട്ടിലിറ്റി ഇല്ല. ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അവിടുത്തെ ഹിസ്റ്ററി മനസ്സിലാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. വെറുതെ ഒന്ന് വായിച്ചേക്കുക, രസമുള്ള ആർട്ടിക്കിളാണ്. ഐ റെഡ് ദാറ്റ്, ബട്ട് ഹൈലൈറ്റ് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ടും ആ 1950s ഹിസ്റ്ററി മാത്രമാണ് സംസാരിക്കുന്നത് കൊണ്ടും നമുക്ക്
പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ടതല്ല, ചുമ്മാ വായിക്കാൻ നിങ്ങൾക്ക് ഹോബി താല്പര്യമുള്ള ആളാണെങ്കിൽ വായിക്കാം. Reminder that India still trails in hunger fight. So this hunger, I think you already have note on hunger. Okay. If you doesn't have note, make sure you have one. Note create ചെയ്യാനുള്ള സമയമായി. And this article, it's just for you to revise whatever that is there, or rather update your notes. നിങ്ങളുടെ നോട്ട് അപ്ഡേറ്റ് ചെയ്യുക, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ പിക്ക് ചെയ്യുക, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എക്സ്ട്രാ നിങ്ങൾക്ക് ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ട് പ്രിപ്പയർ ചെയ്തവരെ സംബന്ധിച്ചും ഇത് നമുക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഓൾവേസ് ഹാവ് കോവിഡ് പെർസ്പെക്റ്റീവ്. നിങ്ങൾ നോട്ട് ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴത്തെ കോവിഡ് ഉള്ളതുകൊണ്ട് തന്നെ കോവിഡ് റിലേറ്റഡ് POVs എന്തായാലും നിങ്ങളുടെ ആൻസറിൽ കാണണം. അത് ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. സോ മേക്ക് ഷുവർ യു ഹാവ് റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സിലും കോവിഡ് POVs ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യുക. നമ്മളിത് ഒരു ദിവസം പറഞ്ഞായിരുന്നു, ഇൻഡോ ശ്രീലങ്ക റിലേഷൻസിലെ എന്താണ് ഇറിറ്റൻസ് ഉള്ളത്. അതിനകത്ത് ഒരു മേജർ ഇറിറ്റൻ്റ് ആണ് പാർക്ക് സ്ട്രെയിറ്റ് ആൻഡ് ഫിഷർമാൻ ഇഷ്യൂ. ഓക്കെ, അപ്പോൾ ഫിഷർമാൻ ഇഷ്യൂ എന്താണെന്നുള്ളതാണ് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. പ്ലീസ് റീഡ് ദാറ്റ്. സൊല്യൂഷൻസ് കാര്യമായിട്ട് അത് പറഞ്ഞിട്ടില്ല. ഓൾസോ ലുക്ക് ഫോർ സർട്ടൺ സൊല്യൂഷൻസ്. നോ റീജൺ ഓഫ് റൈസിങ് ഇൻടോളറൻസ്, ഐ എം പർട്ടിക്കുലർലി നോട്ട് ഫാൻ ഓഫ് ദിസ് ആർട്ടിക്കിൾ. ചുമ്മാ കുറച്ച് ഒരു ഇന്ത്യ ബാഷിങ് നമുക്ക് സസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ്. ഹൈലി ക്രിട്ടിക്കൽ. ഹിന്ദുവിൻ്റെ പലപ്പോഴത്തേക്കും കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് കീപ്പ് ചെയ്യാൻ ഹിന്ദു വളരെ ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ബട്ട് എനി ഹൗ റീഡ് ദിസ്. അപ്പോൾ ആ സൗത്ത് ഏഷ്യയിലെ ഒരു റൈറ്റ് വിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം പോളിസീസിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അത് നമുക്ക് കാണിക്കാൻ പറ്റും. ബട്ട് ടേക്ക് ഇറ്റ് വിത്ത് പിഞ്ച് ഓഫ് സോൾട്ട്. കാരണം പലപ്പോഴും ക്രിട്ടിക്കൽ ആവുന്ന ഈസ് ഗുഡ്, പക്ഷേ ഓവർ ക്രിട്ടിക്കൽ ആവുന്ന ഐ ഡോണ്ട് നോ, ലൈക്ക് സർട്ടൺ പോയിന്റ്സ് ഐ ഫൗണ്ട് ഇറ്റ് ടു ബി കൈൻഡ് ഓഫ് not that balance. Okay, anyhow, that's for your take. അതൊരു പൊളിറ്റിക്കൽ ഒപ്പീനിയനാണ്. നമ്മൾ എങ്ങനെ കാര്യങ്ങളെ കാണുന്നു എന്നുള്ളതിലിരിക്കും. Never mind, I'm not going into that. But the fact I made is that അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ ആകുമ്പോൾ നമ്മുടെ UPSC പർപ്പസിന് അത് എത്രത്തോളം ബെനിഫിഷ്യൽ ആയിരിക്കും എന്നുള്ളത് മാത്രമാണ് എൻ്റെ കോൺസെപ്റ്റ്. ബാക്കിയൊക്കെ നമുക്ക് പത്രം വായിക്കും. പത്രങ്ങൾ UPSCക്ക് വേണ്ടി അല്ല ഇറക്കുന്നത്. അപ്പോൾ ചില ആർട്ടിക്കിൾ UPSC ഫ്രണ്ട്ലി ആയിരിക്കത്തില്ല. അങ്ങനത്തെ ഒരു ആർട്ടിക്കിളാണെന്നാണ് എനിക്ക് തോന്നി. ബബിൾസ് ഓഫ് ട്രസ്റ്റ്. ഓക്കെ, ഇത് കീവേഡ് ആണ്, എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാകത്തില്ല. സോ റീഡ് ഫോർ വാട്ട് ഈസ് ബബിൾസ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ദെൻ റൈറ്റ് ഇറ്റ് ഡൗൺ. ബബിൾസ് ഓഫ് ട്രസ്റ്റ് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം നമ്മുടെ ആൻസർ എഴുതുമ്പോൾ കീവേഡ്സ് ആയിട്ട്. ആൻഡ് ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് കോഡ്. കോഡിനെ കുറിച്ച് നമ്മൾ ഇത്രയും നാളും കണ്ടിട്ടുള്ളത് എന്താണ്, കോഡ് ഈസ് ആസ് എ സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആൻഡ് ബട്ട് കോഡിന് അതിൻ്റേതല്ലാത്ത എക്കണോമിക്, സ്ട്രാറ്റജിക്, എൻവയോൺമെൻറ്റൽ എങ്ങനെ ആസ്പെക്ട്സ് ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് എക്കണോമി ആസ്പെക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം UPSC ചോദിച്ചാണെങ്കിലും ക്വാഡ് ഒരു മിലിറ്ററി അലയൻസിൽ നിന്ന് ഒരു ഇക്കണോമിക് അലയൻസ് ആയിട്ട് ഇവോൾവ് ചെയ്യുന്നു ഡിസ്കസ് എന്നുള്ളൊരു ചോദ്യമാണ്. വിച്ച് ഇസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ഒരു കോണ്ടസ്റ്റ് നോക്കുമ്പോൾ എക്കണോമിക്കലി കോഡിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും. വെരി ഗുഡ് ആർട്ടിക്കിൾ. ഐ വുഡ് സേ ദിസ് ബെസ്റ്റ് ആർട്ടിക്കിൾ ടുഡേ. സോ കോഡിനെ കുറിച്ച് യു ഷുഡ് ബി ഹാവിങ് നോട്ട്. കോഡിനെ കുറിച്ച് യു ഷുഡ് ബി ഹാവിങ് നോട്ട്. ആൻഡ് ഇഫ് യു ഹാവ് നോട്ട്, അപ്ഡേറ്റ് ദീസ് പോയിന്റ്സ്. ഇതൊരു നല്ല ആർട്ടിക്കിളാണ്. ബട്ട് ഇഫ് യു ആർ നോട്ട് ഹാവിങ് നോട്ട്, പ്ലീസ് മേക്ക് എ നോട്ട് ഓൺ കോഡ്. എനിക്കിന്ന് എല്ലാ നോട്ടും മേടിക്കണമെന്നല്ല. സർട്ടൺ പീപ്പിൾ എല്ലാവരും, ഞാനിപ്പോൾ സെപ്റ്റംബറിൽ ഇനിഷ്യേറ്റീവ് തുടങ്ങുമ്പോൾ എല്ലാവരും ഇല്ലായിരുന്നു. ഗ്രാജുവലി മെസ്സേജ് സ്പ്രെഡ് ആയിട്ടാണ് എല്ലാവരിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതുതായിട്ട് വന്ന ആൾക്കാർ പലപ്പോഴും പല കാര്യങ്ങളും കേട്ടിട്ടില്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങളൊരു പുതിയ ആളാണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നോട്ട് ഉണ്ടാക്കണം. ഇന്ന് ഒത്തിരി ടോപ്പിക്സ് ഉള്ളതുകൊണ്ടാണ് എല്ലാ ദിവസവും ഞാൻ ഓരോ ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുത്തോളാം. അപ്പോൾ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് ടു നോ ലൈക്ക് ഹൗ ടു മേക്ക് നോട്ട്സ് ഓൺ ദാറ്റ്, റൈറ്റ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ വിഡ്രോസ് ഫ്രം ഇന്ത്യ. എന്താണ് മൺസൂൺ വിഡ്രോവൽ? വാട്ട് ഈസ് ദാറ്റ്? അണ്ടർസ്റ്റാൻഡ്. അത് നമ്മൾ സ്റ്റാറ്റിക് പോർഷനാണ്. വി ഗെറ്റ് ടു സീ ദാറ്റ് ഇൻ NCERT. സോ പ്ലീസ് ഹാവ് ക്ലാരിറ്റി ഓൺ വാട്ട് ദാറ്റ് മീൻ. ഇന്ത്യ പസഫിക് വിൽ ബിക്കം സെൻറ്റർ ഓഫ് ദ വേൾഡ്. ഈ ആർട്ടിക്കിൾ മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ യൂസ്ഫുൾ അല്ല. കാര്യമായിട്ട് പോയിൻറ്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് വർത്താനമാണ്. ഞാൻ ഹൈലൈറ്റ് ചെയ്ത പോർഷൻസ് മാത്രം വായിക്കാം. ഇൻഡോ പസഫിക് എന്നുള്ളൊരു കീവേഡ് നിങ്ങൾ എഴുതി വെക്കുക. ഇറ്റ്സ് എ വെരി ഗുഡ് കീവേഡ് ദാറ്റ് ഹാസ് ബീൻ ഫ്രെയിംഡ് ആസ് പെർ ഇൻ്റർനാഷണൽ റിലേഷൻസ്. കോഡൊക്കെ വരുന്ന സമയത്താണ് ചൈന തട്ടുമായിട്ട്. നോ CO2 എമിഷൻസ് ഞാൻ പറഞ്ഞായിരുന്നു. നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും ഗ്ലാസ്ഗോവുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ആർട്ടിക്കിൾസ് വരും. സോ ബി റെഡി ഫോർ ദാറ്റ്. CO2 എമിഷൻസ് ഇൻ 2020 എബോവ് ഡെക്കേഡൽ ആവറേജ്. നമുക്ക് അറിയേണ്ടത് ട്രെൻഡാണ് മനസ്സിലാക്കേണ്ടത്. കുറഞ്ഞോ കൂടിയോ ഓരോ കാര്യങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മീഥേനെക്കുറിച്ച് പറയുന്നുണ്ട്, ദെൻ നൈട്രസ് ഓക്സൈഡിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഒരു ട്രെൻഡ് മനസ്സിലാക്കുക. ഈ നമ്പേഴ്സ് ഒന്നും മനസ്സിലാക്കാൻ പോകണ്ട. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ
പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ ട്രെൻഡ്. നൗ ഇന്ത്യാസ് എക്സ്പെക്ടേഷൻ ഫ്രം COP26. എന്തുകൊണ്ടാണ് ഇന്ത്യ നെറ്റ് സീറോ ടാർഗറ്റിലേക്ക് പോകുന്നില്ല? നമ്മൾ കണ്ടായിരുന്നു ഇന്ത്യ ഈസ് നോട്ട് സോ ഫാൻ ഓഫ് എ നെറ്റ് സീറോ ടാർഗറ്റ്. അത് എന്തുകൊണ്ടാണ്? ഇന്ത്യയുടെ എക്സ്പെക്ടേഷൻ എന്താണ്? ഇന്ത്യസ് കോർ ഡിമാൻഡ്സ് എന്താണ്? ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലീസ് റീഡ് ദാറ്റ്. സെൻട്രൽ വിസ്റ്റ അതെന്താണ്? നിങ്ങൾക്ക് പലർക്കും ഫെമിലിയർ ആയിരിക്കും. ഇനി ഫെമിലിയർ അല്ലെങ്കിൽ എന്താണ് സെൻട്രൽ വിസ്റ്റ പ്രോജക്റ്റ് എന്നുള്ളത് നോക്കണം. അത് മതി, അതിന് കൂടുതലൊന്നും അവിടെ നോക്കേണ്ട കാര്യമില്ല. നൗ വെഞ്ചർ ക്യാപിറ്റൽ എന്താണ് എന്നുള്ളത് നോക്കണം. അതിൻ്റെ കൂടെ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ഏഞ്ചൽ ഇൻവെസ്റ്റ്. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റലും ഏഞ്ചൽ ഇൻവെസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളൊരു പോയിന്റ് ഓഫ് കൂടെ നോക്കുക. അത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. നിങ്ങൾ ഓൾറെഡി നോട്ട് മേക്ക് ചെയ്ത ആൾക്കാരാണെങ്കിൽ ദെൻ ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് യു അപ്ഡേറ്റിംഗ് ദീസ് നോട്ട്സ്. ബട്ട് ഇഫ് യു ഹാവൻ മെയ്ഡ് നോട്ട്സ്, മേക്ക് ഷുവർ നിങ്ങൾ ഒരു ദിവസം ഒരു നോട്ടെങ്കിലും 1 note പെർ ഡേ, ഒരു ദിവസം ഒരു നോട്ടെങ്കിലും പ്രിപ്പയർ ചെയ്യുക. സോ ദാറ്റ് ഒരു ഇൻ ദ കോഴ്സ് ഓഫ് നെക്സ്റ്റ് 3 or 4 months, ഒരു 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും നോട്ട് ഉണ്ടാക്കാൻ സാധിക്കും. റൈറ്റ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യുക. ഹാവ് എ ഗുഡ് ഡേ.